എൻ്റെ കോയിൻ കളക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ കോയിനും ഓരോ കഥയുണ്ട്, ഓരോ കോയിനും ഓരോ ചരിത്രമുണ്ട്. നിങ്ങൾ കണ്ടതും കാണാത്തതുമായ വളരെ കുറച്ച് കോയിൻ കളക്ഷനിലേക്ക് നമുക്ക് പോകാം. വിദേശ കറൻസിയിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ അയൽരാജ്യമായ നേപ്പാളി റുപ്പിയാണ്. ഇന്ത്യൻ നോട്ടുകളിൽ ചരിത്ര സ്മാരകമാണ് കൂടുതലെങ്കിൽ അവരുടെ നോട്ടിൽ മൃഗങ്ങളാണ് ബാക്ക് സൈഡിൽ കൂടുതൽ കാണപ്പെടുന്നത്. മുൻവശത്തെ എവറസ്റ്റ് കൊടുമുടിയാണ് മറ്റൊരു പ്രത്യേകത. ഇത് ഇംഗ്ലണ്ട് പൗണ്ട്. പ്രവാസികളുടെ സ്വന്തം കറൻസി എന്നറിയപ്പെടുന്ന റിയാൽ എന്ന് കേൾക്കുമ്പോൾ ഒന്നാണെന്ന് തോന്നുമെങ്കിലും ഓരോ രാജ്യത്തിൻ്റെ റിയാൽ രൂപത്തിലും മൂല്യത്തിലും മാറ്റമുണ്ട്. ഒമാൻ റിയാൽ, സൗദി റിയാൽ, ഖത്തർ റിയാൽ എന്നിവ ഇതിൽ പ്രധാനപ്പെട്ടതാണ്. ഇനി നിങ്ങളിൽ പലരുടെയും ബാല്യകാലം ഓർമ്മപ്പെടുത്തുന്ന കുറച്ച് പഴയ ഇന്ത്യൻ നോട്ടുകൾ. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ നോട്ട് എന്ന് അറിയപ്പെടുന്ന ₹1 നോട്ട് ഇതിലുണ്ട്. എല്ലാ നോട്ടുകളിലും റിസർവ് ബാങ്ക് ഗവർണർ ഒപ്പിടുമ്പോൾ അതിൽ മാത്രം ധനകാര്യ സെക്രട്ടറിയാണ് ഒപ്പിട്ടിരിക്കുന്നത്. ഈ ₹1, ₹2, ₹5 എല്ലാവരും കണ്ടിട്ടുണ്ടാകും. ഈ കാണുന്ന ₹10 നോട്ടുകളിൽ പലതും നിങ്ങളിൽ പലരും കാണാത്തതായിരിക്കാം. ഗാന്ധിജി പരമ്പരയ്ക്ക് മുമ്പുള്ള നോട്ടുകൾ ഇതിലുണ്ട്. അതിൽ പലതിലും മാനും മയിലും അങ്ങനെ മറ്റ് ഇതൊക്കെയായിരിക്കും ചിത്രങ്ങൾ വരുന്നത്. ഇവ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കമൻറ്റിൽ പറയണം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വ്യത്യസ്തമായ ₹20 നോട്ടുകളും ഇതിൻ്റെ കൂടെ കാണാം. ഈ നോട്ടുകൾ പരിചയമില്ലാത്തവർ ഒന്ന് പറയണം കേട്ടോ. ₹20 നോട്ടുകൾ ഗാന്ധിജി രൂപത്തിൽ വന്നത് 2001 മുതലാണെന്നാണ് അറിയപ്പെടുന്നത്. 2001 മുതൽ ഗാന്ധിജി പരമ്പരയിലുള്ള നോട്ടുകൾ ഇറങ്ങിയത്. ഇനി ഞാൻ കാണിക്കുന്നത് നമ്മുടെ കളക്ഷനിലുള്ള പഴയ ₹100 നോട്ടാണ്. നിങ്ങളിൽ പലർക്കും ഇന്നുള്ള വയലറ്റ് ₹100 നോട്ടും അതിന് തൊട്ട് മുമ്പുള്ള ആ നീല നോട്ടുമാണ് സുലഭമായിട്ട് പരിചയം. ഇതായി ₹100 നോട്ട് എത്ര പേർക്ക് പരിചയമുണ്ട്? ഇതുപോലത്തെ നോട്ട് നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് പിന്നെ അവസാനമായി നിരോധിച്ചതും ഇപ്പോൾ നിലവിലുള്ളതുമായ ₹500 നോട്ടുകൾ. ഇനി നമുക്ക് കോയിൻ കളക്ഷനിലേക്ക് വരാം. ആദ്യമായി വിദേശ രാജ്യങ്ങളുടെ കോയിനാണ്. ഇത് ഓരോന്നും എടുത്ത് പറയുന്നില്ല. അതിനെപ്പറ്റി നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിനെപ്പറ്റി ഇപ്പോൾ കാണിച്ച എല്ലാത്തിനെയും പറ്റി വിശദമായിട്ട് ഒരു വീഡിയോ ചെയ്യാം. ഇത് ജസ്റ്റ് എല്ലാവരിലേക്കും നമ്മുടെ കളക്ഷൻ കാണിക്കാൻ വേണ്ടി എടുത്തു തന്നുള്ളൂ. ഇനി നമ്മുടെ പഴയകാല കുറച്ച് കോയിൻസാണ്. ₹1, ₹2, ₹5 കോയിൻസ്. ഇതിൽ ഈ ₹5 കോയിൻസിൻ്റെ വലുപ്പം ഒന്ന് നോക്കണേ. വീഡിയോയിൽ കാണുമ്പോൾ വലുപ്പം മനസ്സിലാവില്ല. അതുകൊണ്ട് പുതിയ 2 കോയിനുകൾ അതിൻ്റെ ഒപ്പം വെച്ച് അതിൻ്റെ വലുപ്പം നോക്കൂ. ഈ കോയിനുകൾ നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിപ്പോൾ നിലവിൽ സുലഭമായ കോയിൻസാണ്. ഇത് നമ്മുടെ ₹5. ഇതിൻ്റെ 1993 മുതൽ 2003 വരെയുള്ള ഓർഡറിലുള്ള കോയിൻസ് നമ്മുടെ കയ്യിൽ വെച്ചുണ്ട്. അതിൻ്റെ ഒരു വലിയ ശേഖരം തന്നെ നമ്മുടെ കയ്യിലുണ്ട്. ഈ 10 പൈസ, 25 പൈസ, 50 പൈസ നിങ്ങൾക്ക് പലർക്കും പല കഥകളും ഉണ്ടാവും. രസകരമായ അനുഭവങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താം. ഈ 10 പൈസയ്ക്ക്, 50 പൈസ, 25 പൈസയ്ക്കൊക്കെ ഞാനും മിഠായി വാങ്ങിച്ചിട്ടുണ്ട്. ഇത് പഴയ 1 പൈസ, 2 പൈസ, 3 പൈസ, 5 പൈസ, 20 പൈസ, 10 പൈസ ഒക്കെയാണത്. ഇതുപയോഗിച്ച് എത്ര പേര് വീഡിയോ കാണുന്നുണ്ട്? അവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി നമ്മുടെ കോയിൻ കളക്ഷനിൽ ചരിത്രമുറങ്ങുന്ന കുറച്ച് കോയിൻസ് ഉണ്ട്. ഓട്ടക്കാലണ, കാലണ, 1 കാശ്, 4 കാശ്, 1/4 കാശ് എന്നൊക്കെ പറഞ്ഞ് അറിയപ്പെടുന്ന കുറച്ച് കോയിൻസ്. അതിൽ ഒരു കോയിൻ മാത്രം മലയാളത്തിൽ എഴുതി കണ്ടു, 4 കാശെന്ന്. അതാണ് ഈ കോയിൻ. സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഓക്കെ, ഇതിനെപ്പറ്റി വിശദമായ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ കമൻറ്റ്